ഗോവയിലെ ഒരു മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടി പോയാണ് മച്ചാൻ അടുത്ത ഷിപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് വേണ്ടി. അപ്പോൾ അവിടെ പോയപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട കുറച്ച് കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്ത കുറച്ച് കാര്യങ്ങളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കൊളാബ് ചെയ്ത കുറച്ച് പ്രോപ്പർട്ടീസും പിന്നെ അടിപൊളി ബീച്ചിലെ പൈപ്പും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനത്തെ ഫുഡൊക്കെയാണ് കഴിക്കേണ്ടത്, ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ കണ്ടോട്ടാ മച്ചാമാരെ. ഗോവയിൽ വന്നിട്ട് ഫിഷ് താളി കഴിക്കാണ്ട് എന്താ ആഘോഷം. പ്രോൺസ് ഫ്രൈ ഉണ്ടായിരുന്നു, അടിപൊളി അടിപൊളി നല്ല ഇതിലുണ്ടോ പ്രോൺസ്. പൊളി സാധനം ഉണ്ടോ, അടിപൊളിയായാലും. ഗോവയിൽ വന്നാലും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് അവിടുത്തെ ഫിഷ് താലി, ബാങ്കാട ഫ്രൈ. ഒരു രക്ഷയില്ലാത്ത സംഭവമുണ്ട്. അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ നോർത്ത് ഗോവയിലെ ആറന്മുള എന്ന് പറഞ്ഞ ബീച്ചിൻ്റെ നേരെ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയിലാണ് വന്നേക്കുന്നത്. ഇവിടെയാണ് സ്റ്റേ അടിച്ചത്. വെറും 999 രൂപയ്ക്ക് നിങ്ങൾക്കില്ലേ വിത്ത് പൂൾ അക്കോമഡേഷൻ കിട്ടും കേട്ടോ. പൊളപ്പം വൈബുള്ള സ്ഥലമാണ്. ഇതൊരു കാട് പോലത്തെ ഒരു സ്ഥലമുണ്ട്, കാട് വൈബും കിട്ടും. പിന്നെ ഹട്ടാണിത്, അടിപൊളി AC റൂമും നല്ല ബാത്റൂമും. 999 രൂപയ്ക്ക് നമുക്ക് അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സൗകര്യമുള്ളൊരു സ്ഥലമുണ്ടത്. അപ്പോൾ മറക്കരുത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോൺടാക്ട് ചെയ്തോ. അപ്പോൾ നോർമൽ റൂം, ഡിലക്സ് റൂമും ഇവിടെ അവൈലബിൾ ആണ്. അത് 1200 കേട്ടോ. അപ്പോൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും അടിച്ചു പൊളിക്കാണ്ട് ഡിസംബറിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ മോനെ വെറും അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ടത്. ബ്രീസ് ഇരിക്കണ്ട ഗോവയിൽ പെട്ടിക്കടയിൽ. എടാ പെട്ടിക്കടയിൽ എവിടെ ചെന്നാലും എൻ്റെ പൊന്നളിക്കത് ആ ബ്രീസ് എനിക്ക് വേണം. അമ്പനെ എനിക്കത് വേണം. ഈ സാധനമാണ് അമ്പനെ എനിക്കത് വേണം. മച്ചാനെ ആരുമില്ല ഇവിടെ. എന്താണത്? വെറും പെട്ടിക്കടയിൽ, എല്ലാ പെട്ടിക്കടയിലും ഇതുപോലെ കേരള ആകണമെന്നാണ് ഞാൻ പറയണത്. എൻ്റെ അഭിപ്രായം എന്താണ്? നിന്റെ അഭിപ്രായം എന്നാ? ब्रीज दे दे मेरे को. ब्रीज ब्रीज ये 550 और ये फेनिक टिंटू और ये काजुल. 550 രൂപ അടിപൊളി ഫേനി സ്പിരിറ്റ്. गोवा में ब्लू बेरी ना. ആ ഇത് 30 രൂപ കേട്ടോ. ഒരു ക്വാർട്ടറാണ് 30 രൂപ, വെറും 30 രൂപ. വാട്ടർ മെലന്റെ ബ്രീസ് 350 है. 30 100 कोरोना का कितना है? वीयर का 120 है. एड़ा कोरोना का 120 ആണ്. അടിപൊളി സാധനം. വാട്ടർ മെലന്റെ മറ്റേ ബിയർ പോലത്തെ മിന്റിന്റെ ഏജത് अभी बिल कर. വെറും 65 രൂപ അല്ലേ? 65 ആണ്. 65 कम ये का इसका है 295 295
ഇത്രയും കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് 250 രൂപയായിരുന്നു. ലിൻഗോവ ഇത് കണ്ടളിയാ, ഇതൊക്കെ വെറും 65 രൂപ കേട്ടാ. 65 രൂപയുടെ ബിയറൊക്കെ ഇരിക്കുന്നത്. എന്നാലും ചോദിച്ചേക്ക് ദേ ഒന്നും പറയണ്ട, ഒന്നും പറയല്ല. വിലനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വരി കൂട്ടിയുണ്ട്. എൻ്റെ ഫേവറേറ്റ് ബ്രേസർ വാട്ടർമെലൺ വെറും 80 രൂപ. ആക്ച്വലി വി ആർ ഇൻ ഗോവ. ഇവിടെ നിയമം ഒന്നുമില്ല. നിയമം പാറിപ്പറത്തിയ കളികളാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ മച്ചാരേ നമ്മുടെ നാട്ടിൽ നടക്കോ ഇങ്ങനെയൊക്കെ ബിയറൊക്കെ ആയിട്ട്? ഞങ്ങൾ ബിയർ മാത്രമല്ല ഇവിടെ യൂസ് ചെയ്യണത്. ബാക്കി പലവരെ എന്തൊക്കെ ചെയ്യണമെന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇവിടെ വന്നാല് ഞാനിവിടെ വന്നം, ഞാൻ ഗോവനെ പ്രൊമോട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ നൈസ് വൈബാണ് ഗോവ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു സ്ഥലമാണ് ഗോവ. ഇപ്പോഴും പോവാത്ത കുറേ ചെറുപ്പക്കാരത്തികളും നാട്ടിലുണ്ടാവും. അവരോട് എനിക്കൊന്നേ പറയുള്ളൂ, ജീവിതം ഒന്നേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ പോയാൽ ഇങ്ങനെ തന്നെ പോവുള്ളൂ. ജസ്റ്റ് ഒരു വെക്കേഷൻ എടുത്തിട്ട് വായോ. ഇവിടെ ചീപ്പ് സ്ഥലങ്ങളുണ്ട്, എക്സ്പെൻസീവ് സ്ഥലങ്ങളുണ്ട്. ചീപ്പ് സ്ഥലങ്ങളൊക്കെ ഏതാണെന്ന് അറിയാനായിട്ട് ഫോളോ ചെയ്തു. ഞാൻ കുറേ ലൊക്കേഷനൊക്കെ അയച്ചുതരാം. ഓക്കെ, അപ്പോൾ ബ്ലാസ്റ്റിംഗ് ഇൻ ഗോവ കണ്ടാ. ഈ വണ്ടിയൊക്കെ റെന്റ് എടുത്താണേങ്ങ, മനസ്സിലായോ? ഒന്നും വണ്ടിയൊന്നുമില്ല. അപ്പോൾ റെന്റിന് എങ്ങനെ എടുക്കണം, റെന്റിന് എത്ര രൂപയുണ്ട്, ഇതൊക്കെ അറിയാനായിട്ട് ഫോളോ. ഓക്കെ, അപ്പം മച്ചന്മാരെ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്, ഇവനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് തീരും. അത് തീർന്നിട്ട് നമുക്ക് എങ്ങനെയൊക്കെ പോവാ, ഞാൻ ചെയ്യണ പോലെയൊക്കെ കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കണ ആൾക്കാർ നാട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഇനിയൊന്നും തീരാൻ പോടില്ല മച്ചാമാരെ, മനസ്സിലായ? അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് കൊണ്ടുവന്ന് നടക്കണം. അതാണ് ലൈഫ്. അപ്പൊ മറക്കണ്ട, ഇങ്ങനത്തെ അടിപൊളി വീഡിയോസും ഇവിടെ എങ്ങനെ വേണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ പ്രോപ്പർട്ടീസ് എവിടെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ചാനലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്ത് അറിയാൻ പറ്റും അല്ലേ? എൻജോയ് ചെയ്തേക്കണം. അപ്പം മച്ചാനെ വി ആർ ഇൻ ഗോവ റൈറ്റ് നൗ. പൊളിക്കണം നമ്മ. ഓൺലി പീസ് ബൈ കൊള്ളാട്ടോ. അതേ ഞങ്ങൾ ഈ ഒരു ബീച്ചിലെത്തിയേക്കാണ്. ഇവിടെ നല്ല കാൻഡിൽ ലൈറ്റ് ഡിന്നർ സംതിങ് ഐവ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന് പോയി നോക്കാം. അതിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഇവിടെ എല്ലാവരും ഇത് നിലത്തിരുന്ന് വെള്ളം ഒടിക്കുന്നത്. ഇഷ്ടമായിട്ടാ, അടിപൊളി ആണ് വൈബ്. നിയമങ്ങളെന്ന് വെച്ചാൽ നമ്മ കേരളത്തിലെ നിയമം നമുക്ക് എന്താണെന്നറിയാം. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇതൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ അനുഭവിക്കുമ്പോൾ പല ചാഞ്ചാട്ടങ്ങളും പല എന്താ പറയുക ക്യൂരിയോസിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ ഗോവയിൽ വരുമ്പോൾ ചമ്മന്മാരെ നോക്കിയും കണ്ടും ആൽക്കഹോളായാലും എന്തായാലും യൂസ് ചെയ്യുക. പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയാലും കുറേ സ്കാമും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കണ്ടേ. അപ്പോൾ വരാം, നമ്മുടെ നാട്ടിലില്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് കാണാം. അതിൻ്റെ ലിമിറ്റേഷൻസ് അനുസരിച്ച് നിങ്ങൾ അത് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുക, എൻജോയ് ചെയ്യുക. അത് ഇത് ഇതോടെ കഴിഞ്ഞ് അത്രേ ഉള്ളൂ. പക്ഷേ ഇതാണ് ലൈഫ് എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. ലൈഫ് ഇനിയും നമുക്ക് മുന്നോട്ട് എടുക്കണം. സോ ഡോണ്ട് സ്പോയിൽ യുവർ ലൈഫ്. എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഇതൊക്കെ കാണാം, എൻജോയ് ചെയ്യുക. ജസ്റ്റ് 1-2-3 ഡേയ്സ് അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ മറന്നേക്കണം. പിന്നെയും തിരിച്ചു വരാം എന്തെങ്കിലും എപ്പോഴെങ്കിലും. പക്ഷെ കേരളം തന്നെയാണ്, ഗോവ തന്നെയാണ്. മനസ്സിലായില്ലേ? ഞാൻ ഒരു കാര്യം കാണിച്ചു തരാട്ടാ. അതെ, ഇവിടെ ഇത്രയും സ്നാക്ക് ഉണ്ട്. ഇവിടെ ആരും കയറണില്ല. ആ ഒരു 2 LED അടിപൊളി പ്രൊജക്ടർ ലൈറ്റ് കൊണ്ട് മാത്രമാണ് അവിടെ ആൾക്കാരുള്ളത്. അപ്പോൾ വെച്ചാൽ എനിക്ക് എല്ലാവരോടും ബിസിനസ് ടീമിനോട് പറയാനുള്ളത്, ഇതൊക്കെ ചിലപ്പോൾ പൈസ ആകുമ്പോൾ ശരിയാണ്. പക്ഷെ ആ ഒരു 2 ലൈറ്റിൻ്റെ ആൾക്കാരാണ് മോനെ ഇവിടെ മൊത്തം ക്രൗഡ്. വേണ്ട, ഇതുപോലെ തന്നെ സ്ഥലങ്ങൾ വേറെ ഉണ്ട്, ഒരാൾ പോലും ഇല്ല. അപ്പോൾ നമ്മൾ ലൈഫിൽ നിസ്സാരമായിട്ട് പൈസ പോകുമല്ലോ, അത്തരം പൈസ ആവുമല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ബിസിനസ്സുകാരോട് എനിക്ക് പറയാനുള്ളത്, ദിസ് ഈസ് ബിസിനസ് മാൻ. ഓക്കെ, ഗോവയിൽ വന്നിട്ട് ഇതേ ബാങ്കട ഫ്രൈ പൊടികളിയാ. ഇവിടെ ഏത് റെസ്റ്റോറൻറ്റിലും കിട്ടുമല്ലോ. ഏത് കിങ് ഫിഷർ എന്ത് കിട്ടിയത് നിനക്ക്? വലുത് എവിടെ നിട്ടി?
ഗോവയിൽ വന്നിട്ട് ഫ്രൈ ബിയറും വേറെന്ത് വേണം. ഇത് ബാങ്കട ഫ്രൈ. ബാങ്കട ഫ്രൈ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഏത് അയില എടുത്തിട്ട് വേണ്ട അവര് റവയിൽ വറക്കും. എങ്ങോട്ടോ ഈ ബീറും കൂടെ അടിച്ചല്ലേ കുഴപ്പം. അഞ്ചാം ഗോവൻസിന്റെ പ്രത്യേകതയാണ് മീൻ പുറത്തായാലും ചിക്കൻ പുറത്തായാലും എന്ത് പുറത്തായാലും അവര് റവയിൽ മുക്കും. റവ മുക്കിയിട്ടാണ് അത് ചെയ്യണത്. ബിരിയാണി ഓടിയത് ഞാൻ കണ്ടായിരുന്നു അവരുണ്ടാക്കുന്നത്, ചൂടാക്കി തിന്നാണ്. പക്ഷേ ആലുവയിൽ ഞാൻ കണ്ടില്ല. കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ. എത്ര മണി? രാത്രി 12:45 ഇത് തന്നെ കിട്ടണ വലിയ കാര്യം ഗോവയിൽ. സംഭവം ഞാനന്ന് ഗോവയിൽ വന്നപ്പോൾ ആദ്യം കഴിച്ച സീ ഫുഡ് അടിപൊളി, ഒന്നും രക്ഷയില്ല. പക്ഷേ ഇത് ഞാൻ 10ൽ ഒരു 4 കൊടുക്കുള്ളൂ. ബിരിയാണിൻ്റെ ആലുഗോബി ഉണ്ട്, റൈത്തുണ്ട്. പക്ഷേ ഫുഡ് ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല, 4 കൊടുക്കുള്ളൂ. അപ്പോൾ 2 ദിവസം ഗോവയിൽ അടിച്ച് പൊളിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടാ. അപ്പം നോക്കിയും കണ്ടും പോവാ ഗോവയിൽ. ഇതൊരു പ്രത്യേക ഒരു മൂടുള്ള സ്ഥലമാണ് അപ്പോൾ ആരായാലും സേഫ്റ്റി ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. ഇതുപോലെ 1000 രൂപയ്ക്ക് താമസിക്കാൻ പറ്റിയ ഹോസ്റ്റൽ, ചെറിയ റൂംസ്, ഇതുപോലത്തെ ഹട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടംമാതിരി ഗോവയിലുണ്ട്. അപ്പോൾ ഗോവനെ കുറിച്ചൊരു സ്റ്റഡി നടത്തിയിട്ട് വേണം അവിടെ പോകാൻ, അല്ലാണ്ട് പോയി പെട്ടുപോകരുത്. പിന്നെ ഒരു പ്രത്യേക അഡ്വൈസ് തരാം. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ നിങ്ങൾ ഈ ഒരു ആക്റ്റീവ വാടകയ്ക്ക് എടുത്താൽ നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഗോവ ഇറങ്ങി തിരിച്ച് പോകുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഈ വണ്ടി ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് ട്രെയിനിൽ പോവാം. അത് ഒരു അടിപൊളി ബെസ്റ്റ് ഐഡിയ ഉണ്ട്. അപ്പോൾ 500 തൊട്ട് 700, 1000, 1500 വരെയും പോട്ടെ സീസണിൽ. അപ്പോൾ 500 തൊട്ട് ഓഫ് സീസണിൽ നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടുന്നതാണ്. വണ്ടി എടുത്ത ഗുണം എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മഡ്ഗോവയിൽ ഇറങ്ങിയിട്ട് ഈ നോർത്ത് ഗോവയിലോട്ട് ഒരു 60-70 കിലോമീറ്ററൊക്കെ ഉണ്ട്. അതൊക്കെ 2-3 ബസ്സൊക്കെ പിടിച്ച് പോകുമ്പോഴേക്കും നിങ്ങളുടെ ഒരു ദിവസം കംപ്ലീറ്റ് ആവും ചിലപ്പോൾ. അപ്പോൾ മച്ചാന്മാരെ വണ്ടി എടുക്കാൻ മറക്കരുത്. ഓക്കെ, വണ്ടി എടുത്ത ഡീസൽ അടിച്ച് നിങ്ങൾക്ക് ഇറങ്ങിക്കോ, വൈബ് ചെയ്തോ. അപ്പോൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.